മദീനത്തുന്നൂറിന്റെ ഈ ഒരു വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശിഹാബ് ഉസ്താദും ജാഫർ ഉസ്താദും സുഹൈർ ഉസ്താദൊക്കെ അടങ്ങുന്ന ഒന്നാമത്തെ ബാച്ച് ഉണ്ട്. രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ് മുജദ്ദിദ് അൽ ഫസാനി ഇമാം റബ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചാരത്ത് ദീനിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാത്ത വലിയൊരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത നിരന്തരം ഉസ്താദിനെ അസ്വസ്ഥപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉസ്താദ് തന്നെ ഒരു 5-6 തവണ അവിടെ യാത്ര ചെയ്ത് അതിന്റെ ശ്രമങ്ങൾ ഭൂമിയും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗാർഡനിൽ ഇരുന്നു കൊണ്ട് AI എന്ന് പറയുന്നതും നോർത്ത് കർണാടകയുടെ ഏറ്റവും റിമോട്ടായ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് അലിഫ് എന്ന് പറയുന്നതും സത്യത്തിൽ ഈക്വലാണ്. ദേശീയ മുന്നേറ്റങ്ങളിൽ നമുക്ക് നൂറാനി കയ്യൊപ്പ് എല്ലാത്തിലും കാണാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ മത്സരം നടത്തിയതും നമ്മുടെ പ്രിസം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ്. ആവനോക്സ് എന്ന് പറയും. അതിന്റെ ആദ്യ എഡിഷന് ബാംഗ്ലൂരിലായിരുന്നു, രണ്ടാമത്തേത് വെസ്റ്റ് ബംഗാളിലായിരുന്നു. ഫ്യൂച്ചർ കൺസ്ട്രക്റ്റീവായ പദ്ധതികൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. പഴയതൊക്കെ പോട്ടെ, ഇനി മുഴുവൻ മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിരോധിക്കപ്പെട്ടാലും നമ്മൾ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. മാലിക്കുദ്ദീനാറും സംഘവും വരുമ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു. നമ്മുടെ വിശാലമായ പ്രബോധന മേഖലയിലേക്ക് വിരൽ ചൂണ്ടുന്ന ജീവിതം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുകയും അവരുടെ ശിഷ്യന്മാർ രാജ്യം ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരവസ്ഥ അൽഹംദുലില്ലാഹ് 25ലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അഭിമാനിക്കാനുണ്ട്. ഇവിടെ 2 പാനലിസ്റ്റുകളും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കൂടി കഴിഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിന്റെ ഒരു വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പഴയ ഒരു മർക്കസ് സമ്മേളന സുലൈഖിൽ പണ്ഡിതന്മാർ മുസാഫിറുകളാവുന്നുണ്ട്. ഈ പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ ആ ഒരു സ്വാധീനമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനിമ ഒരു പ്രാവശ്യം പറഞ്ഞു ചോർക്കുന്നത് യോറാനിമാരെ സമ്മതിക്കണം. കാരണം ഉത്തരേന്ത്യയിലെ തണുപ്പും ചൂടും ഒക്കെ സഹിച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിതം സമർപ്പിക്കാൻ അവരെടുക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ, ഒരു അവസ്ഥയെ ബഹുമാനപ്പെട്ട സുൽത്താനും അടക്കം പ്രശംസിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും റിസ്ക് എടുക്കാൻ, സ്ട്രഗിൾ ചെയ്യാൻ നുറാനിമാർക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് നമ്മുടെ കേരളീയമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഉപരിപഠനത്തിന് വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് നുറാനിമാരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ഉത്തരേന്ത്യൻ യാത്രക്കുള്ള തുടക്കം കുറിക്കുന്നത് തന്നെ. ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദ് ഒന്നുകൂടി വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. ഒരു 3 വർഷത്തോളം മർക്കസിൽ സേവനം അനുഷ്ഠിച്ചിട്ടാണ് കൊടകിലേക്ക് പോകുന്നത്. അങ്ങനെ മർക്കസിൽ നിന്നും ഒരു കൊടകിലേക്കുള്ള മാറ്റം എങ്ങനെയായിരിക്കും? എനിക്ക് വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. ശരിക്ക് ജാഫർ ഉസ്താദിൻ്റെ ഒക്കെ അനുഭവവും അത് ഒന്നിച്ച് വളർന്ന ഇന്നേ സാഹചര്യത്തിൽ വളർന്നതാണ്. അസഫ് ഉസ്താദ് ചോദിച്ചൊരു കാര്യം കൊടകുന്നതിലേക്ക് മാറുക എന്നുള്ളത് സത്യത്തിൽ എല്ലാവരെയും ഉസ്താദ് പഠനം കഴിഞ്ഞ ശേഷം അവരുടെ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് രാവിലെ തന്നെ ഉസ്താദ് വിളിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡൽഹിയിൽ പഠിക്കുമ്പോൾ തന്നെ ഒരനുഭവം, ഏറ്റവും വലിയ രസകരമായ ഒരു അനുഭവം എന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും നമ്മൾ ഡൽഹിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ചർച്ചകൾ പലപ്പോഴും തുടക്കത്തിൽ ഇങ്ങനെ വന്നിരുന്നു. അത് പ്രധാനമായിട്ട് നമ്മുടെ സുഹൈർ നൂറാനി, ജാഫർ നൂറാനി, പിന്നെ ഞാൻ, അങ്ങനെ നമ്മളിങ്ങനെ കൂടിയൊരു ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവിടെ മർക്കസ് നിർമ്മിച്ച ലോണിയിൽ, ഇപ്പോൾ നമ്മുടെ വലിയ സ്ഥാപനമൊക്കെ ഉണ്ട്, ബോർഡറിൽ ഉത്തർപ്രദേശിൻ്റെ ഡൽഹിയുടെയും ബോർഡറിലുള്ള സ്ഥാപനം, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിൽക്കാൻ 2 പേരെ വേണം എന്ന് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ അതിന് പോകാൻ വേണ്ടി അന്ന് മർക്കസ് ഓഫീസിലെ മാനേജറായിരുന്ന അജീസ് ഭായിയുടെ കൂടെ
നമ്മൾ വണ്ടിയിൽ കയറി. അതിൽ കയറിയതിൽ അന്ന് നേരത്തെ ഈ വിഷയം പ്ലാൻ ചെയ്തത് ഞാനും സുഹൈർ ഉസ്താദുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ജാഫർ ഉസ്താദും അതുപോലെ തന്നെ സിദ്ദീഖ് നൂറാനിൻ്റെ 4 പേര് കൂടി നമ്മൾ എന്ത് ചെയ്തു, വണ്ടി കയറിയപ്പോൾ അങ്ങനെ പോയത് ശരിക്ക് ഡൽഹി കണ്ടവർക്ക് മനസ്സിലാകും. ഡൽഹിയിൽ ഏറ്റവും റിമോട്ട് ഏരിയയിലൂടെയാണ് ഈ പോകുന്നത്. സീലംപൂർ കലാപം നടന്ന ആ പ്രദേശങ്ങൾ തിങ്ങി നിറഞ്ഞ പൊടി പിടിച്ച പ്രദേശങ്ങളിലൂടെ പോയി ഡൽഹിയുടെ അതിർത്തി കടന്ന് പിന്നെ അന്ന ലോനാർദ്ദി സമാഹു എന്ന് പറഞ്ഞ പോലുള്ള പൊടി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പൊടി പുരണ്ട പൊടിയോട് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഗ്രാമമാണ് ലോണി. അവിടെ എത്തി, അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടു. പിന്നെ അവിടെ നിൽക്കണം, യൂണിവേഴ്സിറ്റി പോകണം. അന്ന് പിന്നെ എനിക്കറിയില്ല, ജാഫർ ഉസ്താദും പിന്നെ സിദ്ദീഖ് ഉസ്താദും അന്ന് കാണാൻ വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൂടെ ഇങ്ങനെ ഒരു യാത്രക്ക് വന്നതായിരിക്കും, അല്ല നേരത്തെ അനിയത്തുണ്ടായിരുന്നു എന്നറിയാം. നമ്മൾ സംസാരം നടന്നിട്ടില്ല. ഞാൻ സുഹൈർ നൂറാനിയുമാണ് പിന്നെ പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ യൂണിവേഴ്സിറ്റി പോകാൻ നടക്കൂല എന്ന് തോന്നിയിട്ട് ഞാൻ തൽക്കാലം പിന്മാറി. അതേസമയം കൂടെ വന്ന സിദ്ദീഖ് നൂറാനിക്ക് വളരെ നല്ല ആവേശമാണ്. അങ്ങനെ അവർ 2 പേരും അവിടെ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടാണ് നമ്മുടെ ആദ്യ ദഅവ പ്രവർത്തനത്തിന്റെ അനുഭവമാണ്. അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ടെൻഷൻ തോന്നി. എപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ട്, നമ്മൾ പോകാനുള്ള ഹിമ്മത്തും ഇല്ല. അപ്പോൾ ആഴ്ചയിലൊക്കെ ഇങ്ങനെ പിന്നെ സൺഡേയിലൊക്കെ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഒന്ന് പോയി നോക്കും. അപ്പോൾ നോക്കിയാൽ അവര് സ്വീകരിക്കുന്ന ചിലപ്പോ പൊടി പിടിച്ച ഹലുവയൊക്കെ വാങ്ങിയിട്ടായിരിക്കും. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ ആ ഒരു ഷൗക്ക് നമുക്ക് തുടക്കത്തിലേ തന്നെ ഉസ്താദുമാര് ഇട്ട് തന്നിരുന്നു. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ്, പിന്നെ അതുപോലെ തന്നെ ആദ്യകാലത്തുള്ള ഉസ്താദ്, പ്രത്യേകിച്ച് സഫാഫി ഉസ്താദ് നമ്മളോട് നിരന്തരം പറയുകയായിരുന്നു ഉസ്താദിന്റെ മിഷനെ കുറിച്ച്, ഹക്കീം ഉസ്താദിന്റെ മിഷനെ കുറിച്ചും അതിന്റെ ഭാഗമാവേണ്ടതിനെ കുറിച്ചൊക്കെ നിരന്തരം അവസാന ഘട്ടത്തിലൊക്കെ വളരെ ആവർത്തിച്ച് ഉസ്താദ് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഷോക്ക് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ പഠനം കഴിഞ്ഞ ഉസ്താദ് ഇങ്ങനെ ഓരോരുത്തർ ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അതെനിക്ക് തീരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നില്ല സത്യത്തിൽ. കാരണം എനിക്കും പോകാനാണ് ആഗ്രഹം. പക്ഷേ ഇത് ലോണി പറഞ്ഞതുപോലെ തന്നെ വലിയ ഹിമ്മത്തും ഇല്ല, ഒരു മനസ്സിൽ സന്തോഷമുണ്ട്, അതേസമയം പിന്നെ എന്താണ് പോകണം തന്നെയാണ് ആഗ്രഹം. അത് കഴിഞ്ഞുള്ള 2-3 വർഷങ്ങൾ ആസമുസ്താദ് പറഞ്ഞതുപോലെ സത്യത്തിൽ എനിക്കൊരു നൊസ്റ്റാൾജിയുടെ ഒരു സമയമായിരുന്നു. കാരണം എല്ലാവരും പോകുന്നുണ്ട്, കഥകൾ പറയുന്നത്, അതിന്റെ റിപ്പോർട്ട് കൊടുക്കലും അന്ന് ജലാൽ നൂറാനി പറഞ്ഞതുപോലുള്ള അത്തരം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലില്ല. അപ്പൊ ഉസ്താദ് ഒരു പക്ഷേ നമ്മളെ അവിടെ ഇരുത്തിയത് ചിലപ്പോൾ അത്തരം വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പക്ഷെ അതൊന്നും അല്ല എന്തെന്ന് അന്ന് മനസ്സിലായി. അന്ന് നമുക്കും പോകാൻ കഴിയാത്തത് എന്ത് എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഏകദേശം പിന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞേക്കുന്നത് കൊടകിലേക്ക് ദർസ് നടത്താനാവുമ്പോൾ പിന്നെ നമുക്ക് മുന്നിലുള്ള മാതൃക ഉസ്താദ് തന്നെയാണ്. ഹക്കീം ഉസ്താദ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാതൃക. ഉസ്താദ് ചെയ്തതുപോലെ ചെയ്തു, കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമുക്ക് എന്താണ് ഉസ്താദന്മാർ പറഞ്ഞത് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാന വർഷം ആകുമ്പോഴേക്ക് ഒരു വിദ്യാർത്ഥി സമൂഹം പിന്നെ ഇറങ്ങേണ്ട ഒരു ലെവലിലേക്ക്, ദഅവത്തിന് ഇറങ്ങാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എത്തുന്ന കൊടക് എന്ന് പറഞ്ഞാൽ ആസിഫ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വളരെ റിമോട്ടായ ഏരിയ. റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിയായിട്ട് അവിടെ ഈമാനികമായ ആവേശത്തിലും ദീനിലും അവർ വളരെ മുന്നിലാണ്. ദീനിയായ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള നല്ല മഹല്ല് സിസ്റ്റം ഉണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് നല്ല ബേസ് ഉണ്ട്. പക്ഷെ വിദ്യാഭ്യാസപരമായിട്ട് എത്രയോ ഉള്ളതിനേക്കാൾ ഇപ്പൊക്കെ അൽഹംദുലില്ലാഹ് വളരെ മുന്നോട്ട് വന്നു. എത്രയോ പിന്നിലായിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ തന്നെയുള്ള പ്രദേശത്തുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അതാണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ നിർവഹിച്ചത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ. അതിനുവേണ്ടി നിരന്തരം മദീനത്തുന്നൂറിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ മർക്കസിലേക്ക് കൊണ്ടുവരിക, കേരളത്തിലുള്ള ഈവെന്റുകൾ കാണിച്ചു കൊടുക്കുക, ഇവിടെ നിന്ന് എല്ലാവരെയും ഖുർആനികൾ ആരൊക്കെ കിട്ടുന്നു അങ്ങോട്ട് എത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയുള്ള ഒരു കാര്യം മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിറ്റിയിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപഴക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും. ഒരു ഗ്രാമപ്രദേശമായ ആക്കോടൊന്ന് പോയി അങ്ങനെ ഒരു സിറ്റിയിലുള്ള ജനങ്ങളോടുമായിട്ട് ഇടപഴകുമ്പോണ്ടായ അനുഭവങ്ങൾ. സിറ്റിയിലുള്ള ജനങ്ങളുടെ പൊതുവെ ഒരു പ്രത്യേകത ഫുൾ പോളിഷ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്.
ഗ്രാമീണ ജീവിതത്തിലാണ് ശരിക്കും മനുഷ്യന്റെ പച്ചപ്പ് നമുക്ക് നേരിട്ട് കാണാനും ഉൾക്കൊള്ളല് ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെ ഉണ്ടാവുകയും ചെയ്യാം. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരു സംഗതി ഒരിക്കലും സിറ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രൈവസിയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. മറ്റൊരാൾ ഒരിക്കലും തൻ്റെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു വരുന്നത് ഇഷ്ടപ്പെടാത്തൊരു സമൂഹമാണ് പൊതുവെ സിറ്റിയിൽ കാണാൻ. അത് തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം രൂപപ്പെടാനുള്ള കാരണം സിറ്റി എന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ പരന്ന് കിടക്കുന്നതിന് പകരം മുകളിലേക്ക് പൊന്തുന്നതായിരിക്കും അവിടെയുള്ള വീടുകളൊക്കെ. അപ്പാർട്ട്മെന്റുകൾ 20, 25, 50, 60 ഒക്കെ നിലകളുള്ള ബിൽഡിങ്ങുകളിൽ വിവിധ അപ്പാർട്ട്മെന്റുകളിലായിട്ടായിരിക്കും അവർ ജീവിക്കുക. എന്നാൽ ഗ്രാമീണ ഒരു ജീവിതം എന്നുള്ളത് നമുക്കറിയാം പരന്ന് ഒഴുകുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും ചിലപ്പോൾ അവരെ ഈ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയത്. എന്തായാലും സിറ്റിയിലുള്ള ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവരുടെ പേഴ്സണൽ പിന്നെ അല്ലാതെ ഒരു ദായിക്ക് എത്തിച്ചേരാനുള്ളത് സത്യത്തിൽ ഇൻഡിവിജ്വൽ എന്ന് പൊതുവെ നമ്മളൊക്കെ പറയുന്ന എന്നാൽ ഇൻഡിവിജ്വൽ അല്ലാത്തൊരു ഇടത്തിലേക്കാണല്ലോ. വ്യക്തി കേന്ദ്രീകൃതമാണ് ഇസ്ലാമിക ദഅവ എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി മൂപ്പര ഒരു അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് നമുക്ക് ദീനിനെ എങ്ങനെ കൈമാറാൻ കഴിയുന്നിടത്താണ് ഒരു ദായി വിജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ദായിക്കും വേണ്ടത് ഒരാളുടെ പിന്നെ ജീവിതത്തിലേക്കുള്ള എൻട്രി ഓപ്പൺ ആയി കിട്ടുക എന്നുള്ളതാണ്. ഇതൊരു ഹൈലി റിസ്ക് ഉള്ള പരിപാടിയാണ് സിറ്റി ജീവിതത്തിൽ എന്നാണ് എനിക്ക് തോന്നിയത്. അതേസമയം ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ നമുക്ക് കിട്ടാത്ത അത്രയും വലിയ റിസോഴ്സുകളും റീച്ചും നമുക്ക് സിറ്റിയിൽ ലഭിക്കും എന്നുള്ളത് അതിന്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ജലാൽ നൂറാനി ബാംഗ്ലൂരിലെ അസീം റംജി യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. അസീം റംജി യൂണിവേഴ്സിറ്റിയിലെ അനുഭവങ്ങളും കൂടിയുള്ള ആളാണ് ജലാൽ നൂറാനി. എനിക്ക് പിന്നെ ജാഫർ ഉസ്താദിനോടും അതേപോലെ ഷിയാബുദ്ദീൻ ഉസ്താദിനോടും കൂടിയാണ് എൻ്റെ ചോദ്യം. അതായത് നിങ്ങൾ ഒരു ടീച്ചറായിട്ട് കയറിയതിന് ശേഷം പിന്നെ നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഒരു പറ്റം ടീം പുറത്തിറങ്ങും. ഒരു ടീച്ചറെ ഒരു റോളും പിന്നെ അതിന് ശേഷം ഈ ഒരു ടീം പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു റോളും രണ്ടും ഭയങ്കര ഡിഫറെൻ്റാണ്. നിങ്ങൾ അതുവരെ ചിലപ്പോൾ ഒരു കിതാബ് പഠിപ്പിച്ചു കൊടുക്കാന്ന് ആ ഒരു സാധനം ഓൾറെഡി അറിയുന്ന ഒരു സാധനം, പക്ഷേ ഓൺ ഗ്രൗണ്ടിലേക്ക് ഒരു ടീമിനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ആണ് പിന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ടീം പുറത്തു പോകുന്നു, അവർ എൻഗേജ് ചെയ്യുന്നു. അപ്പം നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളടുത്ത് വന്ന് പറയുകയും. അപ്പോൾ ഇതിനെ നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസിഷൻ, അതായത് ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഇതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു ചുറ്റുപാടിൽ നിന്നും മാറി പെട്ടെന്ന് ഒരു പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളൊരു തോട്ട് പ്രോസസ്സിനെ എങ്ങനെയാണ് അത് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊരു അറിയാൻ താല്പര്യമുള്ള ഒരു സംഗതി. ഞാൻ പൊതുവെ മനസ്സിലാക്കിയത് ഈ രണ്ട് മേഖലയെയും ഒരുപോലെ മനസ്സിലാക്കുകയും ഡീൽ ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ പ്രസന്റ് ചെയ്ത ഒരു ഗൈഡിന്റെ കീഴിലാണ് നമ്മളുള്ളത് എന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിന്റെ ജീവിതം എന്നുള്ളത് ഒരു മുദരിസായ ഒരു അധ്യാപകനായ ഒരു ഗുരുവായ ഉസ്താദിന്റെ ലൈഫും അതോടൊപ്പം തന്നെ പിന്നെ ഇങ്ങനെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ ഉസ്താദിനെ പോലെ സഞ്ചരിച്ച ഉസ്താദിന്റെ പ്രായത്തിലുള്ള മറ്റൊരു പണ്ഡിതൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, ഇല്ല എന്നതാണ്. ഇപ്പൊ വരുന്ന ആളുകൾക്ക് പോലും പരിചയമില്ലാത്ത, അവരൊന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടെയൊക്കെ ഓരോ സ്കോപ്പുകൾ കണ്ടെത്തി പിന്നെ കേരളത്തിൽ നിന്നൊരു ടീം മുസാഫിറായി പണ്ഡിതന്മാർ വരണമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഉസ്താദിനെ പോലെ സക്സസ്ഫുൾ ആയ മോഡൽ നമ്മളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് അതൊരു ആത്മവിശ്വാസമായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ജലാൽ നൂറാനി പറഞ്ഞ പോലെ ഒരു പിന്നെ ക്ലാസ് മുറിയുടെയും ക്യാമ്പസിന്റെയും വളരെ റിജിഡായി എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന്
പിന്നെ നോർത്ത് കർണാടകയും ആന്ധ്രയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും മനസ്സിലേക്ക് വരികയും അവിടെയുള്ള ജനങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ശിഷ്യന്മാരെ നിരന്തരം അവരുടെ അന്വേഷണങ്ങൾക്കും അവരുടെ ആദികൾക്കും ആശങ്കകൾക്കൊക്കെ മറുപടി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫിഡൻസ് എന്നുള്ളത് ഉസ്താദിലേക്ക് കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഉത്തരം ഉണ്ട് എന്നുള്ള ആ ഒരു ബാക്കപ്പ് ആയിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ധൈര്യം അത് തന്നെയായിരുന്നു ഞങ്ങളെ പിന്നെ മാറ്റി ഓരോ അവസരത്തോടും പൊരുത്തപ്പെടുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങളെ നിരന്തരം പരിവർത്തിപ്പിച്ചതും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. തീർച്ചയായും അത് തന്നെയാണ്. പിന്നെ ഉസ്താദിന്റെ ലീഡർഷിപ്പിന്റെ ധൈര്യമാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിമോട്ട് ഏരിയയിലുള്ള അവിടെ നാട്ടുകാരെ വിദ്യാർത്ഥികളെയാണ് ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു പക്ഷേ നമുക്ക് റിമോട്ട് ഏരിയ എന്നുള്ളതിലേക്ക് പല വീക്ക്നെസ്സുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം നമ്മൾ അന്ന് പരീക്ഷ നോക്കിയപ്പോൾ ഉസ്താദ് നമുക്ക് കുടിപ്പിച്ച മരുന്ന് അതേ സാധനം നമ്മുടെ ശിഷ്യന്മാർക്ക് കുടിപ്പിച്ചപ്പോൾ നല്ല മണ്ണിൽ നന്നായി വിളയെന്ന് പറഞ്ഞ പോലെ നമ്മളെക്കാളും എത്രയോ നല്ല റിസൾട്ട് അവരിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇഖ്ലാസും ആത്മാർത്ഥതയും ത്യാഗസന്നദ്ധതയൊക്കെ ഒരു പക്ഷേ നമുക്കുള്ളതിനേക്കാളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിനേക്കാളും പിന്നെ കൂടുതൽ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവർ കൂടുതൽ ആത്മാർത്ഥമായി വലിയ പ്രതിസന്ധികളെ പിന്നെ മുന്നിൽ കണ്ടു. പ്രത്യേകിച്ച് സിദ്ര ഫൗണ്ടേഷൻ്റെ ഒരു ഇത് പറയാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കോവിഡ് കാലത്ത് പിന്നെ സത്യത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട് കോവിഡ് തീരാൻ കാത്തിരിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ സത്യത്തിൽ ആ സമയത്ത് പള്ളിയിൽ കയറ്റാത്ത സാഹചര്യം, ആൾക്കാരും സ്വീകരിക്കാത്ത സാഹചര്യം നോർമലിന് അപ്പുറം ആണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരെ ഉറച്ച തീരുമാനത്തോടെ അവർക്ക് മുന്നോട്ട് പോകാൻ കാരണം നമ്മുടെ ഒരു ധൈര്യമാണ്. നമുക്കുള്ള ധൈര്യം ഉസ്താദിന്റെ ധൈര്യമാണ്. എല്ലാത്തിൻ്റെയും ആ ഒരു ലീഡർഷിപ്പ് ആണ് പ്രധാനം. ഇനിയും ഇതൊക്കെയും പിന്നെ ആ ഒരു നേതൃത്വമുള്ള കാലത്തോളം ഇതൊക്കെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ സനത് എന്നുള്ളത് വൈജ്ഞാനികമായിട്ട് മാത്രമല്ല, ഈ ഒരു മേഖലയിലും സനത് വളരെ പ്രധാനമാണ്. നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ നമുക്ക് ധൈര്യം പകരുന്ന ഒരു നേതാവ്, ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരു ഗുരു എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു വലിയ അസറ്റാണെന്നുള്ളത് നമ്മളെ അനുഭവം നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് വെറും കിതാബിന്റെ വിഷയത്തിൽ മാത്രമല്ല, ലൈഫ് എക്സ്പീരിയൻസിന്റെ വിഷയത്തിലും അത് വളരെ പ്രധാനമാണെന്നുള്ളത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശിഹാബ് ഉസ്താദ് നേരത്തെ ത്യാഗസന്നദ്ധതയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ശിഹാബ് ഉസ്താദിനെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പൊ ജാഫർ ഉസ്താദ് ഇടപെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആപേക്ഷികമായിട്ട് കൂടുതലുള്ള ഒരു ഇടത്താണ്. പക്ഷെ ശിഹാബ് ഉസ്താദ് ഞാനൊരു സ്ട്രഗിൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ശിഹാബ് ഉസ്താദിന് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ശിഹാബ് ഉസ്താദിന് അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിൽക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രേരക എന്തായിരുന്നു? അത് ഹക്കീം ഉസ്താദ് എന്നുള്ളതിനപ്പുറമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അത് എൻ്റെ അക്കൗണ്ടിൽ മാത്രം ചേർക്കേണ്ടതല്ല. കാരണം നമ്മളൊരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. എപ്പോഴും ഇതൊക്കെ ജാഫർ ഉസ്താദിനെ കൂടി ഉണ്ടാകുമ്പോൾ ഒരു സംഗതി പറയാണ് നമ്മൾ പിന്നെ കൊടകിൽ ഞാനുള്ളതെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും മുഷാവറ ചെയ്യലും എല്ലാ നിലക്കുള്ള ഒരു സപ്പോർട്ട് രൂപത്തിൽ എല്ലാ നിലക്കുള്ള സംവിധാനമൊക്കെ ജാഫർ ഉസ്താദിനെ കൂടെ ചേർത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് എന്നുള്ളതാണ്. സ്ട്രഗിള് ചെയ്താൽ പിടിച്ചു നിൽക്കാൻ കാരണം രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കാരണം അത്രയും ഹിമ്മത്തോടുകൂടി ഉസ്താദ് മുന്നിൽ നിന്നു അനങ്ങാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രതീക്ഷയാണ്. അതായത് ഒരു കാര്യം ഞങ്ങൾ നേരിട്ട് കണ്ട ഒരു കാര്യം, ഫസ്റ്റ് ബാച്ച് സത്യത്തിൽ പിന്നെ ജാഫർ ഉസ്താദ് പറഞ്ഞതുപോലെ പല നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ലോകത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ദഅവ കോളേജിലേക്ക് വരിക വലിയ വിദ്യാർത്ഥികൾ, നിങ്ങളെ പോലുള്ള വളരെ ടാലന്റായ വിദ്യാർത്ഥികളൊന്നും അല്ല ദഅവ കോളേജിലേക്ക് വരുന്നവരിലും ഏറ്റവും ടാലന്റായ വിദ്യാർത്ഥികളൊക്കെ പോകുന്നത് മറ്റ് സ്ഥാപനങ്ങളിലേക്കാണ്.
നമ്മൾ ആദ്യ ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും SSLC ടോപ്പ് മാർക്ക് വാങ്ങിയവരൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് അതിന്റെ ഒരു റിസൾട്ട് ഭയങ്കര. ഒരു 4 വർഷം ആകുമ്പോഴേക്ക് SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവില് ബൗദ്ധികമായ എല്ലാ പരിപാടിയുടെയും പ്രൈസ് നമ്മൾ വാങ്ങിയെടുത്തു. അതുപോലെ തന്നെ എഴുത്തിന്റെ മേഖലയിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഒക്കെ നമ്മുടെ സാന്നിധ്യം അവിടെ തെളിഞ്ഞു. ഇത് കണ്ടറിഞ്ഞ് പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ അവിടെ വന്നു തുടങ്ങി. ആസഫ് ഉസ്താദിന്റെ ബാച്ച്, അതുപോലെ ഫാദൽ നൂറാനി ഉസ്താദിന്റെ ബാച്ചിലൊക്കെയാണ് പിന്നെ പ്രതിഭകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോ എന്നിട്ട് ഇങ്ങനെ ഒരു 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതും പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിന്റെയും റിസൾട്ട് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതുമാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രതിസന്ധികൾ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്വാഭാവിക പ്രതിസന്ധിയാന്നുള്ള ബോധം ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാന്നുള്ളതിനേക്കാൾ നമ്മൾ റിസൾട്ടിലേക്കാണ് നോക്കിയത്. റിസൾട്ട് കാണുന്നുണ്ട്, നമ്മുടെ മുന്നിൽ കൺമുമ്പിൽ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അത് ഏതാണെങ്കിലും താല്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഗ്രാമങ്ങളിൽ പോയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിൽ കാണുന്ന സന്തോഷത്തിന്റെ തിളക്കം, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളിൽ കാണുന്ന കണ്ണുനീര്, അതൊക്കെ നമുക്ക് വലിയ പ്രചോദനം. തീർച്ചയായും നമ്മൾ ഇതൊക്കെയാണ് ജീവിത ലക്ഷ്യം. ഒരിക്കലും നമ്മുടെ പണമല്ല. ആ പണത്തിന്റെ തിളക്കം നമ്മളെ ടെൻഷൻ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ ഒന്നുമില്ലാത്തതിൽ നമ്മൾ കൊണ്ടുകൊടുക്കുന്ന വിജ്ഞാനം എന്ന ആ ഒരു ആഹാരം അത് കിട്ടുമ്പോൾ അവരുടെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ കാണുന്ന സന്തോഷവും നന്ദിയും റാഹത്തും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. ഞാനത് കൂടുമ്പോൾ ആഡ് ചെയ്യാണ്. ഇപ്പൊ സുഹൈർ ഉസ്താദ് അവിടെ ഇല്ല. നമ്മളൊരിക്കൽ അവനോക്സിന് ഒരു പ്രാവശ്യം ലാസ്റ്റ് അവനോക്സിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിൽ പോയ സമയത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ തൈബ ഗാർഡന്റെ ബസ്സിലേക്ക് കയറുകയാണ്. നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്, മണിപ്പൂരിൽ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. മണിപ്പൂരിൽ നിന്ന് വരുന്ന അവിടെ തൈവ ഗാർഡനിൽ പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികളാണ്. അപ്പൊ അവര് പറയാം തൈവ ഗാർഡൻ ജാരേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോകുന്ന കാണുമ്പോൾ ആ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ആ വളർന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഓർത്തിട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് വല്ലാത്തതായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷമാണ് നമ്മുടെ ദുനിയാവിലും അല്ലാഹു തആല ഖബൂൽ ചെയ്യുകയാണെങ്കിൽ ആഖിറത്തിലും നമുക്ക് കിട്ടുന്ന സന്തോഷം. ശിഹാബ് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് അവനോക്സ്. നമ്മള് ദേശീയ മുന്നേറ്റങ്ങളിൽ നമുക്ക് നൂറാനി കയ്യൊപ്പ് എല്ലാത്തിലും കാണാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ മത്സരം നടത്തിയതും നമ്മുടെ പ്രിസം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ്. ആവനോക്സ് എന്ന് പറയുക. അതിന്റെ ആദ്യ എഡിഷന് ബാംഗ്ലൂരിലായിരുന്നു, രണ്ടാമത്തേത് വെസ്റ്റ് ബംഗാളിലായിരുന്നു. അപ്പൊ മദീനത്തുന്നൂറിന്റെ ഈ ഒരു വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശിഹാബ് ഉസ്താദും ജാഫർ ഉസ്താദും സുഹൈർ ഉസ്താദൊക്കെ അടങ്ങുന്ന ഒന്നാമത്തെ ബാച്ച് ഉണ്ട്. ഈ ഒന്നാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും അവരെ ഉസ്താദ് എന്ന് കൂട്ടിയേ വിളിക്കാറുള്ളൂ. കാരണം അവരെ ഈ ഒരു സ്ഥാപനം തെർബിയത്തിലൂടെ പരുവപ്പെടുത്തിയിട്ടുണ്ട്. ആ പരുവപ്പെടുത്തലിന്റെ ആ ഒരു ഗുണങ്ങൾ, മേന്മ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നമ്മള് നൂറാനി ഗാദറിംഗ് ഒക്കെ നടക്കുമ്പോൾ ഞങ്ങള് താഴെ ബാച്ചുള്ള നൂറാനിമാരിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നൂറാനി ഗാദറിംഗ് നടക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ ആദ്യം വന്നിരിക്കുക നമ്മുടെ ആദ്യ ബാച്ചിലെ നൂറാനിമാരായിരിക്കും. അപ്പൊ ഈ രൂപത്തിൽ എല്ലാ സമയത്തും ഈ മദീനത്തുന്നൂർ ജീവിതത്തിലും ജീവിതത്തിന് ശേഷമൊക്കെ നല്ല മാതൃകകൾ മുഴുവൻ നൂറാനി കമ്മ്യൂണിറ്റിക്കും നൽകിയിട്ടുള്ളത് ഈ ജ്യേഷ്ഠ സഹോദരന്മാരായിട്ടുള്ള ഒന്നാം ബാച്ചിലെ നൂറാനിമാരാണ്. അപ്പൊ ജാഫർ ഉസ്താദിന്റെ ബാംഗ്ലൂർ ജീവിതത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഖാദർ ഹാജിയുമായിട്ടുള്ള ഒരു ഇടപഴക്കുണ്ടാവും. ഖാദർ ഹാജി നമ്മുടെ പുതിയ തലമുറയിലെ നമുക്കൊക്കെ ജാഫർ ഉസ്താദിന്റെ ആ ഒരു ഇടപെടലിന്റെ വിജയങ്ങൾ ഒരു നല്ലൊരു മാതൃക കൂടിയാണ്. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ കൂടി പറഞ്ഞു. ബാംഗ്ലൂരില് ഉസ്താദ് പരീക്ഷിച്ചത് പുതിയ ഒരു രീതിയായിരുന്നു. ഉസ്താദ് അത് വളരെ പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഉണ്ടായതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതേസമയം സ്ഥാപനങ്ങൾ കുറെ ആളുകളിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്ന സ്ഥാപനത്തെക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം കൃത്യമായി റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും തൽപരരായ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം
സംവിധാനം. ഉസ്താദ് പലപ്പോഴും അത് പറയാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിരന്തരം ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ആലിമീങ്ങളുടെ സമയം കൂടുതലും ഇൽമിയായ ഖിദ്മാത്തുകൾക്ക് വേണ്ടിയാവണം. അവരിങ്ങനെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി പല സ്ഥലങ്ങളിലും കറങ്ങി ഇൽമിന്റെ ഖിദ്മത്തുകളുടെ സമയം കുറഞ്ഞു പോകുന്നത് കുറയണം എന്ന് ഉസ്താദ് പല സംസാരങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉസ്താദ് നടത്തി വിജയിപ്പിച്ച ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ സ്ഥാപനത്തിന്റെ പ്രത്യേകത അതിന്റെ അക്കാഡമിക് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മർക്കസ് ഏറ്റെടുക്കുകയും സാമ്പത്തികമായ ഉത്തരവാദിത്വം അവിടെ അന്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ എന്നാൽ ചെലവഴിക്കുന്ന കാശ് കൃത്യമായും പിന്നെ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് നിരന്തരം റെഗുലറായിട്ട് അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലക്കാണ് ഖാദർ ഹാജിയെ ഏൽപ്പിക്കുന്നത്. അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. കാരണം ഒരുപാട് വെല്ലുവിളികൾ കുറയാനും അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത്. കാരണം പൊതുവെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന്റെ പിൻബലത്തിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട്. പ്രത്യേകിച്ചും ബാംഗ്ലൂരിന്റെ സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സ്ഥാപനം നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ലോക്കൽസ് ആയ ആളുകൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ അതൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ആദ്യത്തെ സ്ഥാപനം ആയതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവും. കാരണം ആ നാട്ടുകാർക്ക് പരിചയം വേറെ തന്നെ രൂപത്തിലുള്ള മദ്രസയാണ്. അവിടെ മദ്രസയിൽ ഏറ്റവും പ്രധാനമായി നടക്കാറുള്ളത് ഒന്ന് പിന്നെ വീടുകളിൽ ഖുർആൻ ഖാനി ഫാത്തിഹ എന്ന് പറയും. ഫാത്തിഹയ്ക്ക് ഒന്ന് വേണ്ടി മദ്രസയിലെ ഉസ്താദിനോട് കുട്ടികളെ വിടണം എന്ന് പറഞ്ഞാൽ വിടലേ ഓപ്ഷൻ ഉള്ളൂ. വിടാതിരിക്കുക എന്നുള്ളൊരു മാറി ചിന്തിക്കല് പ്രായോഗികമല്ല. കാരണം അവരുടെ ക്യാഷ് കൊണ്ട് വളരുന്ന സ്ഥാപനമാണ്, അതുകൊണ്ട് തിരിച്ച് അങ്ങനെ തന്നെ കൊടുത്തോളം എന്നുള്ളതാണ്. അതായിരുന്നു അവിടെയുള്ള പൊതുവെയുള്ള നിലപാട്. ഈ നിലപാടിനൊക്കെ മറികടക്കാനും അതുപോലെ തന്നെ ഇതല്ല മദ്രസയിലെ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തേണ്ട രീതി ഇങ്ങനെയല്ല എന്ന് അവരെ ഒരു പൈലറ്റ് മോഡലായി കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആയിരുന്നു ഉസ്താദ് തെരഞ്ഞെടുത്തത്. അത് വളരെ വിജയകരമായി അവസാന സമയമാകുമ്പോഴേക്ക് ഈ ഖാദറാജി എന്ന് പറഞ്ഞത് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ജനറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, ഞാനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു പിന്നെ ഐഡിയോളജിയിൽ നിന്ന് തന്നെ മാറി ഒരു മൗദൂദി ചിന്താഗതിയിലേക്കൊക്കെ വീണു പോകാൻ സാധ്യതയുള്ള ലെവലിലാണ്. അപ്പോഴാണ് ഉസ്താദിന്റെ കൈ അവർക്ക് കിട്ടുന്നതും ഉസ്താദിലൂടെ ഒരു ഹിദായത്തിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞ് നേരായ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുന്നതും. അപ്പൊ ആ ഒരവസ്ഥയിൽ നിന്ന് വന്ന് പിന്നീട് അവസാനാകുമ്പോഴേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വലിയ ഖാദിമായി അദ്ദേഹം മാറി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ ശൈഖുന സുൽത്താനുൽ ഉലമയൊക്കെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാറുള്ളത് ഹീസ് എ ലിവിങ് ഔലിയ അല്ലെങ്കിൽ സിൻഡ വലി എന്നൊക്കെയാണ് അദ്ദേഹം ആത്മാർത്ഥമായി പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഒരു സമ്പന്നനായ ആളെ ദീനിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത് മാറ്റിയെടുക്കുക എന്നൊരു പുതിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ കൂടി ഉസ്താദ് പരീക്ഷിച്ച് വിജയിച്ചത് പിന്നെ നേരിട്ട് അനുഭവിച്ച ആളെ എന്ന നിലക്ക് നമുക്ക് പല സ്ഥലങ്ങളിലും ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അത് ഒരു വലിയ മോഡലായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റിന്റെ പിന്നെ ഫീൽഡ് എക്സിക്യൂട്ടീവുകളായ ആളുകൾ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ പ്രധാനമായിട്ടും അവർ ഇപ്പോഴും ആ ഒരു സ്ട്രാറ്റജി സ്വീകരിക്കാറുണ്ട്. ഗദഗിൽ പിന്നെ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥിരമായി പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്യുന്ന 2-3 ആളുകളെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുകയും ഇപ്പോ പലരിലൂടെയും അത് അനുഭവിക്കാനുള്ള വഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാനലിൽ ബഹുമാനപ്പെട്ട ഫാദിൽ നൂറാനി ഉസ്താദ് ഉണ്ട്. ഫാദിൽ നൂറാനി ഉസ്താദ് ജാമിഅ മദീനത്തുൻ നൂറിലെ 5ാം ബാച്ച് അലുമിനിയാണ്. ഫാദിൽ നൂറാനി ഉസ്താദിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രസം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് റബ്ബാനി ഫിനിഷിംഗ് സ്കൂളുണ്ട്. ഫിനിഷിംഗ് സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നത് ഫാദിൽ നൂറാനി ഉസ്താദാണ്. അതോടൊപ്പം തന്നെ പഞ്ചാബ് ഉണ്ട്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ
നമ്മുടെ കാന്തപുരത്തുള്ള ഇമാം റബ്ബാനി ക്യാമ്പസ് ഉണ്ട്. ഇമാം റബ്ബാനിയുടെ ആത്മീയമായിട്ടുള്ള വലിയ സാന്നിധ്യമുള്ള, അതോടൊപ്പം തന്നെ വിഭജനത്തിന്റെ മുറിവുകൾ ഏറ്റിട്ടുള്ള ഒരു പ്രദേശമാണ് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ. ഷിഹാബ് ഉസ്താദും ജാഫർ ഉസ്താദൊക്കെ പ്രവർത്തിച്ച മേഖല എന്ന് പറയുമ്പോൾ ജനനിബിഡമായിട്ടുള്ള വീടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുസ്ലിങ്ങള് വളരെ കുറഞ്ഞ രീതിയിൽ ഒരുപാട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ, കൃഷി സ്ഥലങ്ങളുള്ള ആ ഒരു രീതിയിലുള്ള പ്രദേശത്ത് ദഅവ പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നതാണ് ഫാദിൽ നൂറാനി ഉസ്താദ്. ഉസ്താദിന്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം തന്നെ ജാഫർ ഉസ്താദിനോടും ഷിഹാബ് ഉസ്താദിനോടും ഒരുമിച്ചിരുന്ന് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ആളല്ല ഞാനെന്ന് ആദ്യം തന്നെ പറയണം. കാരണം ഒരു ദശാബ്ദം പൂർത്തിയാക്കുന്നവരാണ് അവർ രണ്ടാളും. ഞാൻ യാദൃച്ഛികമായി ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പഞ്ചാബിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് നൂറാനി കമ്മ്യൂണിറ്റിയിൽ നിന്ന്. 2010-11 ഒന്നിരായ ഉസ്താദ് പഞ്ചാബിലൊരു യാത്ര നടത്തി. ആ യാത്രയുടെ അനുഭവം എഴുതാൻ വേണ്ടി പങ്കുവച്ചു. അങ്ങനെ ആ ഒരു അനുഭവം സുന്നി വോയിസിൽ ലേഖനമായി വന്നിരുന്നു. ശവദാഹം നടത്തുന്ന മുസ്ലിങ്ങളുടെ നാട് എന്നാണ് അന്ന് പുഴക്കാട്ടി ഉസ്താദ് ആ ലേഖനത്തിന് ടൈറ്റിൽ കൊടുത്തിരുന്നത്. അത് യഥാർത്ഥത്തിൽ പഞ്ചാബിലെ ബട്ടിൻഡ ഭാഗത്ത് മുസ്ലിങ്ങൾ മരിച്ചാൽ അഗ്നിക്കിരയാക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നത് ഉസ്താദിന്റെ യാത്രയിൽ അറിയാനിടയായി. ആ യാത്രയെ തുടർന്നാണ് പിന്നീട് മുസ്ലിം വില്ലേജുകളിൽ മർക്കസ് എത്തിക്കൊണ്ട് സുന്നത്ത് കർമ്മങ്ങൾ നിർവഹിക്കുന്നതും മറ്റു കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. ആ ഒരു യാത്രയ്ക്ക് ശേഷം നിരന്തരമായി ഉസ്താദിനോടൊപ്പമുള്ള സംസാരങ്ങളിലും മീറ്റിങ്ങുകളിലുമെല്ലാം പറയുന്ന ഒരാശയമാണ് പഞ്ചാബിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നത്. അത് നിരന്തരമായി പറയുകയും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അനുസരിച്ച് ഡൽഹിയിലും രാജസ്ഥാനിലും ഹരിയാനയിലും UP-യിലുമെല്ലാം നമ്മുടെ നൂറാനികളെ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ എത്തിപ്പെടാൻ മാത്രമുള്ള ഒരു മാനവിക വിഭവശേഷി അന്ന് നമ്മുടെ അടുത്തില്ല. എന്നാലും ഇനിയും വൈകിക്കൂട. കാരണം രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ് മുജദ്ദിദ് അൽഫസാനി ഇമാം റബ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചാരത്ത് ദീനിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാത്ത വലിയൊരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത നിരന്തരം ഉസ്താദിനെ അസ്വസ്ഥപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉസ്താദ് തന്നെ ഒരു 5-6 തവണ അവിടെ യാത്ര ചെയ്ത് അതിന്റെ ശ്രമങ്ങൾ ഭൂമിയും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു ദൗത്യം പലപ്പോഴും ആസഫ് ഉസ്താദിനോടും നമ്മോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് പ്രിസത്തിന്റെ ഒരു മീറ്റിംഗിൽ തീരുമാനിക്കുകയാണ്, എന്തായാലും വേണ്ടില്ല, നമുക്ക് പഞ്ചാബിലെ ദൗത്യം ആരംഭിക്കണം, അതിനാരെ ആക്കും എന്നുള്ള ഒരു തീരുമാനം വരുന്നു. അതിനു മുമ്പ് നൂറാനികൾ ഒരു വർഷം 25 ആളുകളാണ് ഇറങ്ങുക, നേരത്തെ ഉള്ളതുപോലെ തന്നെ. അപ്പൊ അത് വിശാലമായ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വളരെ പരിമിതപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരുടെ കൂടെ നിന്ന് സേവനം ചെയ്യാൻ പറ്റുന്ന, ഇൻസ്റ്റന്റായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം വേണം എന്ന ഒരാശയത്തിൽ നിന്നാണ് റബ്ബാനി ഫിനിഷിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ റബ്ബാനി ഫിനിഷിംഗ് സ്കൂളിന്റെ തുടക്കത്തിലും ജാഫർ ഉസ്താദിന്റെയും ഷിഹാബ് ഉസ്താദിന്റെ ഒക്കെ സ്റ്റുഡൻസ് തന്നെയാണ് ഇതിന്റെ നേതൃപരമായ തലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ക്വസ്റ്റ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റിന്റെ ഖാദിരികളായ നൂറാനികളാണ് ആദ്യകാലത്തെ റബ്ബാനികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ നൂറാനികളോട് കൂടെ ചേർത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നാമധേയം ചെയ്ത റബ്ബാനി എന്ന പേരിൽ നമ്മളൊരു കോഴ്സ് നൂറാനികളോട് കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു വിങ്ങിനെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെ
അങ്ങനെയാണ് നമ്മൾ നൂറാനികളും റബ്ബാനികളും ചേർന്നുകൊണ്ട് പഞ്ചാബിലേക്ക് ഒരു രംഗപ്രവേശനം നടത്തുന്നത്. അതിനെ തുറന്ന് പ്രിസം ആ ദൗത്യം ഏറ്റെടുത്ത് റബ്ബാനി ഇമാമിന്റെ സാന്നിധ്യത്തിൽ തന്നെ വലിയ വിശാലമായ 2 ഏക്കറയോളം സ്ഥലം പ്രിസം അവിടെ വാങ്ങുകയും അവിടെ സ്ഥാപന അവിടുത്തെ പ്രത്യേകിച്ച് പഞ്ചാബിൽ മൊത്തം 34% പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു വിഭജനത്തിന്റെ മുമ്പ്. ഇന്ന് അത് വെറും 2% ചുവട മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്താൽ അപകടകരമായ എന്ന് പറഞ്ഞാല് വളരെ ഭയാനകമായ കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. പള്ളികളിൽ ചാണകം നിക്ഷേപിച്ചത് കാണാം, മുസ്ലിങ്ങൾ സിഖുകാരെ പോലെ പിന്നെ പകടി ധരിച്ചുകൊണ്ട് ഗുരുദ്വാരകളിൽ പോയി ആരാധനകൾ അനുഷ്ഠിക്കുന്നത് കാണാം. മറ്റുള്ളിടത്തുനിന്നും തീർത്തും വിഭിന്നമാണ്. മാത്രവുമല്ല മുസ്ലിങ്ങളാണ് എന്ന ഐഡന്റിറ്റി പോലും അറിയാത്ത ഒരുപാട് ആളുകൾ പലയിടത്തുണ്ട്. മറ്റുള്ളിടത്തൊക്കെ മുസ്ലിങ്ങളാണെന്ന് അറിയാം. ഉത്തര കർണാടകയിലൊക്കെ വലിയ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. എന്നാലും അത്തരം ദാരുണമായ ഒരു സ്ഥലമായിരുന്നു പഞ്ചാബ്. അവിടെ പ്രിസം എത്തിച്ചേരുകയും ഇന്ന് അൽഹംദുലില്ലാ പ്രിസത്തിന്റെ കീഴിൽ പഞ്ചാബിലെ പ്രവർത്തനത്തിന് വേണ്ടി ഐറിസ് രൂപപ്പെടുത്തുകയും അവിടെ സ്ഥിരം പിന്നെ 22 വില്ലേജുകളിൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു രീതി വില്ലേജ് അഡോപ്ഷനാണ്, അഥവാ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി അവിടെ വിദ്യാഭ്യാസ ദാഴികളെ ആക്കി ഒരു ദാഴിക്ക് 5-6 വില്ലേജുകൾ ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ മദ്രസ സംവിധാനം ഉണ്ടാക്കി അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ നേരത്തെയും ശ്രമിച്ചിട്ടില്ല, ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല. കാരണം അത്യധികം അപകടപ്പെട്ട് നിൽക്കുന്ന ഈമാൻ അപകടപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സമൂഹമാണ് പല ഭാഗങ്ങളിലും അവിടെ കാണാനിടയായത്. ഏതായാലും പ്രിസം ഫൗണ്ടേഷന്റെ രംഗപ്രവേശനത്തോടു കൂടി അവിടെ പ്രവർത്തിക്കാൻ ഐറിസ് ഫൗണ്ടേഷൻ രൂപപ്പെടുത്തുകയും ഇമാം റബ്ബാനി ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്നാണ് ഐറിസിന്റെ പൂർണ്ണ രൂപം. ഇന്ന് 20-ലേറെ ദാഴികൾ നമ്മുടെ എന്റെ ബാച്ചിൽ തന്നെയുള്ള ഉസാമ നൂറാനിയുടെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അൻസാർ റബ്ബാനി, ഇർഷാദ് റബ്ബാനി, ഫാറൂഖ് റബ്ബാനി തുടങ്ങിയ വളരെ കർമ്മോത്സുകരായ നിരവധി നൂറാനികളും റബ്ബാനികളും അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് പഞ്ചാബിലെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പ്രിസം ഫൗണ്ടേഷൻ പറഞ്ഞു ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചാബിലേക്ക് പോകുന്നു. അതേസമയം ഞാൻ കോഴിക്കോട് തന്നെ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പഞ്ചാബിലേക്കുള്ള പ്രയാണം ഉണ്ടാകുന്നത്. അപ്പൊ ഇവരെ പോലെ പൂർണ്ണമായി അങ്ങനെ കമ്മിറ്റഡായി വളരെ പിന്നെ ഇവർ രൂപപ്പെടുത്തിയതുപോലെ ഇവരോട് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മ. പ്രിസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അനുഭവങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അതിലേറെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ്. പൂർത്തിയായി 25ാം ആണ്ടിലേക്ക് നൂറാനി എന്ന ഈ സംവിധാനം കടക്കാനിരിക്കുകയാണ്. 2000-ൽ ഇവരുടെ ബാച്ചോടുകൂടി ആരംഭിച്ച് 4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എല്ലാ തലങ്ങളിലും നമ്മൾ സഞ്ചരിച്ച ഒരു രീതി പഴയ കാലത്ത് ഉസ്താദ് വെച്ചു പുലർത്തിയ അല്ലെങ്കിൽ ഉസ്താദിന്റെ ആ സമീപനങ്ങളിൽ നിന്ന് ഉസ്താദ് സ്വപ്നം കണ്ട ആശയങ്ങളിലൂടെയാണ് നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ 2 പരസ്പരം വിരുദ്ധമായ 2 പിന്നെ സ്ഥാപനങ്ങളാണ്. കൃത്യമായി അത് ആദ്യ കാലഘട്ടം മുതൽ തന്നെ മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഒരു പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ കൊടകിലെ വളരെ പിന്നാക്കം നിന്നിരുന്ന കൊടകിലെ ക്യാമ്പസും വളരെ സാങ്കേതികമായി ടെക്നിക്കലി പുരോഗതി പ്രാപിച്ച പിന്നെ ബാംഗ്ലൂരിലെ മാർക്കിൻസിലെ ക്യാമ്പസിൽ നിന്നും പുറത്തു വരുന്ന പ്രൊഡക്റ്റുകൾ ഒരുപോലെ ഒരേ നിലവാരം പുലർത്തുന്നതായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനി അടുത്ത എന്റെ ചോദ്യം ഇവരോട് രണ്ടാളോടും, നേരത്തെ ഇതിന്റെ ഒരു രീതി അങ്ങനെ ആയിരുന്നു, കുറച്ച് വൈകിയത് കൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ പഞ്ചാബിന്റെ പ്രതിനിധിയായി സംസാരിക്കേണ്ടി വരുന്നത്. ഏതായാലും എന്റെ ചോദ്യം ഇതാണ്, അടുത്ത ഈ ഉസ്താദ് കാഴ്ചവെച്ച ഒരു കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി അടുത്ത ഒരു തലമുറ ഈ AI സംവിധാനങ്ങളുടെ കാലത്ത് ഉസ്താദ് നമ്മെ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യത്തെ അതിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് നമ്മുടേതായ മാർക്കിൻസിലെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് അതുപോലെ സിദ്ര ഫൗണ്ടേഷൻ
ഫൗണ്ടേഷന്റെ ക്വസ്റ്റ് ഫൗണ്ടേഷന്റെ ഒക്കെ മെമ്പേഴ്സിന് ഉപയോഗിച്ച് പുതിയ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളെ കൊണ്ടുപോകണമെന്ന് സ്വതന്ത്രമായി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, വിലയിരുത്തുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ജാഫർ ഉസ്താദ് സംസാരിക്കും. AI കാലം എന്നൊക്കെ നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ജിയോഗ്രഫിക്കലി വളരെ വലുതായ ഒരു ലോകത്ത് ഒരു രാജ്യത്തിരുന്നു കൊണ്ട് AI കാലം എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ഗാർഡനിൽ ഇരുന്നു കൊണ്ട് AI എന്ന് പറയുന്നതും നോർത്ത് കർണാടകയുടെ ഏറ്റവും റിമോട്ടായ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് അലിഫ് എന്ന് പറയുന്നതും സത്യത്തിൽ ഈക്വലാണ്. കാരണം AI-യിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അലിഫിലേക്ക് പോലും എത്തിപ്പെടാത്ത ഒരു സമൂഹത്തെ AI-യിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ വിധിക്കപ്പെടുക എന്നുള്ള ആ ഒരു എന്താ പറയുക ക്രൂരമായ വിധിയുടെ പിന്നെ ആളുകൾ വിധിക്ക് വിധേയരായവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻസർ എന്നുള്ളത് ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ലിറ്ററസി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം AI-യെ കുറിച്ച് ആലോചിക്കേണ്ടതും അതിന്റെ പിന്നെ ദഅവ ഇന്റഗ്രേഷനെ കുറിച്ച് നമ്മളുടെ പ്രബോധന പ്രവർത്തനത്തിലുള്ള ഇന്റഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യേണ്ട ക്യാമ്പസുകൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള മദീനത്തുന്നൂർ പോലത്തെ സംവിധാനങ്ങളാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു 5-10 വർഷത്തിനിടയിൽ നമ്മളുടെ ഈ ഫീൽഡിൽ ലിറ്ററസി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി തലത്തിലേക്കെങ്കിലും പഠനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു റിസോഴ്സുകൾ ഈ ക്യാമ്പസിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനാണ് ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കുട്ടികളോ പേരക്കുട്ടികളോ ആണ് ഇപ്പോൾ നിലവില്. നമ്മുടെ പിതാവ് വളരെ ആക്റ്റീവായിട്ട് ഉണ്ട്. പിതാമഹൻ എന്ന് പറയാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഇന്നും പ്രവർത്തന ഗോതയിലുണ്ട്. അവരൊക്കെ അഡ്രസ് ചെയ്യുന്ന സമൂഹത്തിന്റെ ഒരു തബആയിട്ടാണ് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനൊന്നും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷെ എന്നാലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ മർക്കസ് നോളജ് സിറ്റി പോലുള്ള ഒരുപാട് പദ്ധതികൾ പിന്നെ നമ്മുടെ മുന്നിൽ ഒരുപാട് മുന്നിൽ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഗതിയാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഇത് അതോടൊപ്പം തന്നെ വളരെ മൈന്യൂട്ടായ ഇതിലെ കൂടി ഇറങ്ങാനുണ്ട്. ഇപ്പം ജലാൽ നൂർ നേരത്തെ പറഞ്ഞതുപോലുള്ള പിന്നെ വളരെ മൈന്യൂട്ടായിട്ട് റൂറൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയും ഇനിയും കാലങ്ങളോളം ഇത് നിലനിൽക്കണം. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന വാർത്തകൾ മുഴുവൻ വരുന്നത് ഒരു വലിയ പദ്ധതിയുടെ തുടർച്ചയാണ്. 100 വർഷം മുമ്പേ തുടങ്ങിയ വലിയ മിഷന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾക്ക് നിരാശരാക്കുന്ന ഇന്ത്യ മുസ്ലിങ്ങളുടെ അവസ്ഥ. സത്യത്തിൽ നമ്മൾ ഇപ്പോഴും ആ പഴയ ഹാങ് ഓവറിലുള്ളത്. അതായത് വിഭജന കാലത്തോ ബ്രിട്ടീഷ് കാലത്തോ അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്തുള്ള ഹാങ് ഓവറിൽ അതിൽ നമുക്ക് എന്തോ നേടിയെടുത്തത് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതേസമയം നമ്മുടെ ഉസ്താദുമാരും ഒക്കെ വലിയ പുതിയ പദ്ധതികളുമായിട്ട് ഇനി ഫ്യൂച്ചർ കൺസ്ട്രക്റ്റീവായ പദ്ധതികൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. പഴയതൊക്കെ പോട്ടെ, ഇനി മുഴുവൻ മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിരോധിക്കപ്പെട്ടാലും നമ്മൾ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. മാലിക്കുദ്ദീനാറും സംഘവും വരുമ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം മുന്നിൽ സങ്കല്പിച്ച് തന്നെ നമുക്ക് ഇനി 100 വർഷത്തെയും 200 വർഷത്തെയും 500 വർഷത്തെയും സേവന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിപ്പോ നമ്മളെ കയ്യിലൊന്നും ഇല്ല, പക്ഷേ അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. പ്രിസം ഫൗണ്ടേഷന്റെ കീഴിൽ നൂറാനികളുടെ റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരിക്കലും മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളതല്ല, 100 വർഷത്തെയും 200 വർഷത്തെയും പദ്ധതികൾ ഉണ്ടാക്കി തരിക. ടൈലർ മേഡാത്ത പദ്ധതികൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനായ ക്വസ്റ്റിന്റെയും സിദ്രയുടെയൊക്കെയും ദാഴികൾ അത് കുറച്ചുകൂടി ഉഷാറാക്കിയിട്ട് നടപ്പിലാക്കുന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന മദീനത്തുന്നൂറിന്റെ അടുത്ത ജനറേഷൻ തീർച്ചയായും അത് ഏറ്റെടുക്കുന്ന ഉറപ്പാണ്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ നമ്മളെല്ലാവർക്കും ചെയ്യാനുള്ളത് പിന്നെ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കടക്കുക എന്നുള്ളത്. സമയം വളരെ പരിമിതമാണ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഉറുസെ അജ്മീറിനോടനുബന്ധമായി പ്രിസം ഫൗണ്ടേഷന് കീഴിൽ 3 നമ്മുടെ മാതൃകകളായ വ്യക്തിത്വങ്ങൾക്ക് ഖിദ്മ അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. മദീനത്തുന്നൂറിന്റെ മാതൃക
അന്ന് വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് സുഹൈർ ഉസ്താദിനൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയും നമ്മുടെ മുന്നിൽ വലിയ മാതൃകയായി എഴുന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ബംഗാളിൽ അതിൻ്റെ സ്ഥാപന സമുച്ചയങ്ങളുടെ 10ാം വാർഷികം ഈ വരുന്ന മാർച്ച് 1, 2, 3 തീയതികളിൽ ആചരിക്കാനിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ വിശാലമായ പ്രബോധന മേഖലയിലേക്ക് വിരൽ ചൂണ്ടുന്ന ജീവിതം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുകയും അവരുടെ ശിഷ്യന്മാർ രാജ്യം ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരവസ്ഥ അൽഹംദുലില്ലാഹ് 25ലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അഭിമാനിക്കാനുണ്ട്. ഈ മാതൃകകളിൽ നമ്മുടെ പഠനശേഷം രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പടരാനും ദീനീ ഖിദ്മത്തുകളിലായി നമ്മുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാവാനും നമ്മെ കൂടുതൽ പ്രചോദിപ്പിച്ച ഈ വ്യക്തിത്വങ്ങൾക്കും അതോടൊപ്പം തന്നെ പിന്നെ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഖിദ്മ അവാർഡ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ സമ്മാനിക്കപ്പെടും. ബഹുമാനപ്പെട്ട സുഹൈറുദ്ദീൻ നൂറാനി ഉസ്താദ് വെസ്റ്റ് ബംഗാളിലെ നമ്മുടെ മദീനത്തുൻ നൂറിന് സമാനമായി എന്നല്ല അതിനേക്കാൾ അപ്പുറം വിശാലമായ സ്ഥാപന സമുച്ചയങ്ങൾ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ലോ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ കേന്ദ്രീകൃതമായി ജാഫർ നൂറാനി ഉസ്താദ്, അതുപോലെ കൊടക് കേന്ദ്രീകരിച്ച് ഷിഹാബ് നൂറാനി ഉസ്താദ്, അവരുടെയൊക്കെ മാതൃകകളെ തീർച്ചയായും നമുക്ക് പിൻപറ്റാവുന്നതും അത് ആദരിക്കപ്പെടേണ്ടതുമാണ്. ആ ഖിദ്മ അവാർഡ് ഇവിടെ ഇന്ന് വിതരണം ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സിദ്ദീഖ് നൂറാനി ഇൻഡോറിൽ അതുപോലെ മറ്റു പലയിടങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പരിചയപ്പെടുകയും അവിടൊക്കെ ഒരുപാട് അവസരങ്ങൾ നമ്മളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ പാകപ്പെടുകയും വേണമെന്ന് ഈ ചർച്ചയുടെ അവസാനം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തി ഇത് പിരിയുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.